നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ കുടുക്കുവാൻ മെനഞ്ഞ തിരക്കഥ പൊളിയുകയാണോ? ജാമ്യം റദ്ദാക്കാൻ തുനിഞ്ഞിറങ്ങിയ പോലീസിന് കോടതിയിൽ വൻ തിരിച്ചടി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ പുറത്തുവിട്ട വിവരങ്ങളിൽ ചിലത് ഞെട്ടിക്കുന്നതാണ്. പരാതിക്കാരിയുടെ അമ്മ രാഹുലിന് മെസ്സേജ് അയക്കുന്നു. പരാതിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ സ്നേഹപ്രകടനം നടത്തുന്നു. എന്താണ് രാഹുൽ കേസിൽ ശരിക്കും സംഭവിക്കുന്നത്? കള്ളം പറയുന്നവർ ലോകത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്നാണ് ഫെന്നി നൈനാൻ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നിർണായകമായ ആ വിധി വന്നത്. രാഹുൽ പരാതിക്കാരിയെ ഫോണിൽ വിളിച്ചു. അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ കോടതിയിൽ രാഹുലിന്റെ വക്കീൽ നിരത്തിയ തെളിവുകൾ ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. പരാതിക്കാരിയുടെ അമ്മ രാഹുലിന്റെ ഫോണിലേക്ക് നിരന്തരം സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ രേഖകളാണ് കോടതിക്ക് കൈമാറിയത്. അതിലുപരി പരാതിക്കാരി തന്നെ രാഹുലിന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് ഇമോജികളിലൂടെ പ്രതികരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ച മിസ് കോൾ എങ്ങനെ ഭീഷണിയാകുമെന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പ്രോസിക്യൂഷന് പതറി. ഫെന്നി നൈനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെ മുന്നിൽ തല കുനിച്ചു നിർത്തും. ഇതാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. പരാതിക്കാരി തനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയെന്നും അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന ഫെന്നിയുടെ വാക്കുകൾ ഒരു വലിയ പോരാട്ടത്തിന്റെ സൂചനയാണ് നൽകുന്നത്. രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിൽ ഇക്കാര്യമുണ്ടെന്നും ജാമ്യം റദ്ദു ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചത് ഇവയെല്ലാം കണക്കിലെടുത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരു അവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുൽ ഇന്ന് നിർണായകമെന്ന്. കുറേയായി ഈ തലക്കെട്ട് ശീലമായിട്ടുണ്ട്. രാഹുൽ എം.എൽ.എ രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചത് ഭീഷണിപ്പെടുത്താനായിരിക്കാം. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസം എന്നതായിരുന്നു ഇന്നത്തെ വിശേഷം. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ എം.എൽ.എയുടെ ജാമ്യം റദ്ദു ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുവെന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചുവെന്നും അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായി. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും തീർച്ച. ഇന്ന് തള്ളി പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെ മുന്നിൽ തല കുനിച്ചു നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തെരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാകില്ല എന്നാണ് ഫെന്നി നൈനാൻ വിശദീകരിച്ചത്. ഒരു വശത്ത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ മറുവശത്ത് ഡിജിറ്റൽ തെളിവുകൾ രാഹുലിന് വലിയ കവചമായി മാറുന്നുണ്ട്. സർക്കാരും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിതെന്ന് അണികൾ വിശ്വസിക്കുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചതിക്കുഴികൾ പുറത്തു വരുമെന്നാണ് ഫെന്നി നൈനാൻ നൽകുന്ന സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ഒരു സംഘം ആളുകൾ പടച്ചുവിട്ട തിരക്കഥയുടെ ഓരോ താളുകളായിട്ടാണ് ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പോലീസിന്റെ ആ വാദം? രാഹുൽ പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പക്ഷെ കോടതിയിൽ തെളിഞ്ഞതോ? പരാതിക്കാരിയുടെ അമ്മ തന്നെ രാഹുലിന്റെ ഫോണിലേക്ക് നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു. ഈ സന്ദേശങ്ങൾ സഹിക്കവയ്യാതെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ച ഒരു മിസ് കോളിനെയാണ് വധഭീഷണി എന്ന് പറഞ്ഞ് സർക്കാർ സംവിധാനങ്ങൾ ആഘോഷിച്ചത്. ഫെന്നി നൈനാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാഹുലിന്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റിനും ഇമോജികളിലൂടെ പ്രതികരിക്കുന്ന പരാതിക്കാരി എങ്ങനെയാണ് രാഹുലിനെ പേടിച്ചു കഴിയുക അല്ലെങ്കിൽ ഇരയാവുക? ഇതൊരു സാധാരണ കേസല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെ രാഹുലിനെ തളയ്ക്കുവാൻ നോക്കിയ ചതിക്കുഴിയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇന്ന് രാഹുലിനെ വേട്ടയാടുന്നവർക്ക് നാളെ തലകുനിക്കേണ്ടി വരും.
രാഹുലിന് വേണ്ടി മാത്രമല്ല തനിക്കെതിരെ നടന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനാണ് ഫെനിയുടെ തീരുമാനം. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ലോകത്തിന്റെ മുന്നിൽ ഞാൻ നിങ്ങളെ തല കുനിപ്പിക്കും എന്ന ഫെനിയുടെ വാക്കുകൾ വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് കയ്യിലുള്ള തെളിവുകളിലുള്ള ആത്മവിശ്വാസമാണ്. രാഹുൽ കാണിച്ച അച്ചടക്കം 2 സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന് ഗുണകരമാകുമെന്ന ഫെനിയുടെ നിരീക്ഷണം രാഹുൽ ആർമിയും ഗൗരവത്തോടെയാണ് കാണുന്നത്. കേസുകളിൽ കുടുക്കി രാഹുലിനെ മൂലക്കിരുത്താമെന്ന് കരുതിയവർക്ക് തെറ്റി. ഓരോ കേസിനേക്കാളും കരുത്തോടെ രാഹുൽ തിരിച്ചു വരുന്നത് നാം കാണുന്നു. ഈ കേസിലെ പരാതിക്കാരി കോടതി മുറിയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിന് മുന്നിലും ഇതിന് മറുപടി പറയേണ്ടി വരും. സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിവരുമെന്ന് പറയുന്നത് പോലെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്നായി പുകമറ പോലെ നീങ്ങുകയാണ്. പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ ആ വൻ ഭൂരിപക്ഷം രാഹുലിനുള്ള അംഗീകാരമായിരുന്നു. ആ കോടതി വിധിയും ആ സത്യത്തിന്റെ വിജയമാണ്. സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി. രാഹുൽ മാങ്കുടത്തിൽ എന്ന രാഷ്ട്രീയ പോരാളിക്ക് ഇതൊരു വലിയ ഊർജ്ജമാണ്. MLAയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. പരാതിക്കാരി നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ ഫെബ്രുവരി 17-ന് രാഹുൽ അവരെ വാട്സാപ്പിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ജാമ്യം റദ്ദാക്കുവാൻ കോടതിയെ സമീപിച്ചത്. ജില്ലാ കോടതിയുടെ ജാമ്യ വ്യവസ്ഥ രാഹുൽ ലംഘിച്ചുവെന്നും പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം പോലീസിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്കാരിയെ ബന്ധപ്പെടുവാൻ രാഹുൽ ശ്രമിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അതിജീവിത അവരുടെ അമ്മയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുവാനാണ് ശ്രമിച്ചതെന്നും പ്രതിഭാഗം വാദിക്കുകയായിരുന്നു. 2023-ൽ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ ഹോം സ്റ്റേയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങുന്നവർ ഒരു കാര്യം ഓർമ്മിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് വെറുമൊരു പേരല്ല, അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അടയാളമാണ്. പാലക്കാട്ടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ആ പോരാളിയെ ചതുക്കുഴികളിൽ വീഴ്ത്താമെന്ന് കരുതിയവർക്കാണ് ഇന്നലത്തെ കോടതി വിധി കനത്ത പ്രഹരമായത്. കള്ളക്കഥകൾ മെനഞ്ഞും വ്യാജ തെളിവുകൾ ചമച്ചും ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാമെന്ന് മോഹിച്ചവർക്ക് ഇന്നലെ നിശബ്ദരാകേണ്ടി വന്നു. ഫെനി നൈനാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിനു മുന്നിൽ കള്ളം പറഞ്ഞവർക്ക് തല കുനിക്കേണ്ടി വരുന്ന കാലം അതിദൂരമല്ല. ഭീഷണിപ്പെടുത്തിയും കേസുകളിൽ കുടുക്കിയും രാഹുലിനെ തളർത്താമെന്നും ആരും കരുതണ്ട. കാരണം സത്യം അതിന്റെ പാതയിൽ തെളിവുകളുടെ കരുത്തോടെ മുന്നേറുകയാണ്. ഒന്നുറപ്പാണ്, ഇന്ന് രാഹുലിനെ തള്ളി പറഞ്ഞവർ നാളെ ആ സത്യം തിരിച്ചറിയുമ്പോൾ ഖേദിക്കേണ്ടി വരും. ആരോപണങ്ങളുടെ പുകമറ നീക്കി കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആവേശത്തോടെ രാഹുൽ മാങ്കുടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വരികയാണ്. കള്ളങ്ങൾ തകരട്ടെ, സത്യം ജയിക്കട്ടെ. രാഹുൽ എന്ന പോരാളിക്ക് ഇന്നലെ കോടതി മുറിയിൽ മാത്രമല്ല, നീതിബോധമുള്ള ഓരോ മലയാളിയുടെ മനസ്സിൽ വലിയൊരു വിജയമാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നതും സത്യത്തിന്റെ ഈ വൻ തിരിച്ചുവരവിനായിരിക്കും.